സജ്ജനങ്ങളെ, ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കടഹര ചതുർത്ഥി ദിവസം നമ്മൾ ചൊല്ലേണ്ട ഗണേശ മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഈ മന്ത്രങ്ങൾ ഒരു തവണയെങ്കിലും നമ്മൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിന് കാരണമാണ്. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന് പ്രാധാന്യമുള്ള ദിനങ്ങളിൽ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമ ഫലമാണ് നൽകുന്നത്. തുലാമാസത്തിലെ തിരുവോണവും മീനത്തിലെ പൂരവും മലയാള മാസങ്ങളിലെ ആദ്യ വെള്ളിയാഴ്ചയും എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി എന്നീ ദിനങ്ങളിൽ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ പ്രീതിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം. അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെയും ആ ചൈതന്യം നിറഞ്ഞ ദേവനാണ് ഗണപതി ഭഗവാൻ എന്നും വിശ്വാസമുണ്ട്. ഇനി ജാതകപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുകൂല സമയം ആണെങ്കിലും ഗണേശപ്രീതി ഇല്ലെങ്കിൽ സദ്ഗുണങ്ങളൊന്നും അനുഭവയോഗ്യമാകില്ല. അതുകൊണ്ട് തന്നെ ഉദാത്തമായ ഭക്തിയോടെ വേണം നമ്മൾ ഗണപതി ഭഗവാനെ ദിവസേന വണങ്ങേണ്ടത്. സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം, 108 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ അഷ്ടോത്തരം, ഗണേശ പഞ്ചരത്ന സ്തോത്രം എന്നിവ ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഭാഗ്യവർദ്ധനവിന് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമഃ 108 തവണ നമുക്ക് ജപിക്കാം. ഗണേശ ഗായത്രി 36 തവണ ജപിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും കളിയാടുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഗണപതി ഭഗവാനെ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ഗണേശ ഭഗവാന്റെ 12 മന്ത്രങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം സങ്കടഹര ചതുർത്ഥിയിൽ ജപിക്കുന്നതിലൂടെ ഇഷ്ടകാര്യലബ്ധിയും വിഘ്നനിവാരണവും പാപമോചനവുമാണ് ഫലം. 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. അല്ലാത്ത പക്ഷം കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. ഭഗവാനെ ജപിക്കുന്നതിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ. ഈ വിവരണം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത അധ്യായത്തിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം.